Dear children, welcome to plus 1 zoology class. Chemical coordination and integration എന്ന ചാപ്റ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ശരീരത്തിലെ മേജർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആയ ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇവയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നാം ചർച്ച ചെയ്തു. Now let's begin today's class with another gland, pineal gland. ചിത്രത്തിൽ നോക്കൂ, pineal gland എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? Pineal gland is located on the dorsal side of the forebrain and it secretes a hormone called melatonin. പൂർവ്വ മസ്തിഷ്കത്തിൻ്റെ ഉപരിഭാഗത്തായാണ് pineal gland സ്ഥിതി ചെയ്യുന്നത്. pineal gland ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് melatonin. Pineal gland performs many vital functions in human body. Let's see the different functions performed by melatonin. Pineal gland or melatonin play a very important role in the regulation of a 24-hour diurnal rhythm of our body. For example, the normal rhythms of sleep, wake cycle, body temperature, etc. It also influences metabolism and pigmentation. It controls menstrual cycle and our defense capability. ശരീരത്തിൻ്റെ 24 മണിക്കൂർ താളക്രമം നിർണ്ണയിക്കുന്നതിൽ ഈ ഹോർമോണിന് വലിയ പങ്കുണ്ട്. മെലാറ്റോണിന് വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, താളാത്മകമാണ്. ഒരു 24 മണിക്കൂർ ക്ലോക്കിനനുസരിച്ചാണ് നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത്. പല ഉദാഹരണങ്ങളും കാണാൻ കഴിയും. അതിലൊരെണ്ണം നാം ഉറങ്ങുന്നതും ഉറക്കമുണരുന്നതും താളാത്മകമായൊരു പ്രവർത്തനമാണ്. നമ്മുടെ ശരീരത്തിലെ ആർത്തവ ചക്രം, ഓവുലേഷൻ, ഇവയൊക്കെ തന്നെ സൈക്ലിക്കായി നടക്കുന്ന പ്രക്രിയകളാണ്. ഇവയെ നിയന്ത്രിക്കുന്നത് മെലാറ്റോണിൻ എന്ന ഹോർമോണാണ്. ഇത് കൂടാതെ ശരീരോഷ്മാവ് നിലനിർത്തുന്നതിലും ഈ ഹോർമോൺ സഹായിക്കുന്നു. ത്വക്കിൻ്റെ നിറഭേദം, ഉപാപചയ പ്രവർത്തനങ്ങൾ, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി എന്നിവയെയും ഈ ഹോർമോൺ സ്വാധീനിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചിത്രത്തിൽ ശ്രദ്ധിക്കൂ. തൈറോയിഡ് ഗ്ലാൻഡ് is found inside the lower front of your neck. ശ്വാസനാളത്തിന് ഇരുവശത്തുമായി നമ്മുടെ കഴുത്തിന് മുൻഭാഗത്തായാണ് തൈറോയിഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്? ഇറ്റ് റിസംബിൾസ് എ ബട്ടർഫ്ലൈ. ശരിയല്ലേ? തൈറോയിഡ് ഈസ് എ ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡ്. ഇറ്റ് ഈസ് യൂഷ്വലി ഫൗണ്ട് ഇൻസൈഡ് ദ ലോവർ ഫ്രണ്ട് ഓഫ് അവർ നെക്ക്. അവർ തൈറോയിഡ് ലൈസ് ബിലോ അവർ ആഡംസ് ആപ്പിൾ. Thyroid gland is composed of two lobes which are located on either side of the trachea. ശ്വാസനാളത്തിന് ഇരുവശത്തുമായി ക്രമീകരിച്ചിരിക്കുന്ന രണ്ട് ദളങ്ങളുള്ള ഒരു ഗ്ലാൻഡാണ് തൈറോയിഡ്. ബോത്ത് the lobes are interconnected with a flap called isthmus. This flap is made up of a connective tissue. യോജക കലകളാൽ നിർമ്മിതമായിരിക്കുന്ന ഒരു ഫ്ലാപ്പ് കൊണ്ടാണ് ഈ രണ്ട് ദളങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് ഫോംഡ് ഓഫ് ഫോളിക്കുലാർ സെൽസ്. ദീസ് ഫോളിക്കുലാർ സെൽസ് സെക്രീറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോർമോൺസ്, ടെട്രാ അയഡോതൈറോണിൻ ആൻഡ് ട്രൈ അയഡോതൈറോണിൻ. തൈറോയിഡ് ഗ്രന്ഥി രൂപപ്പെട്ടിരിക്കുന്നത് തൈറോയിഡ് ഫോളിക്കിളുകളും സ്ട്രോമൽ കലകളും ചേർന്നാണ്. ഓരോ തൈറോയിഡ് ഫോളിക്കിളുകളും ഫോളിക്കിൾ കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കും. അത്തരത്തിലുള്ള ഒരു അറയാണ് ഒരു ഫോളിക്കിൾ. ഈ കോശങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു: ട്രൈ അയഡോതൈറോണിൻ ആൻഡ് ടെട്രാ അയഡോതൈറോണിൻ. ട്രൈ അയഡോതൈറോണിനെ തൈറോക്സിൻ എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പരിചയമുണ്ടാവുക. അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ നോർമൽ റേറ്റ് ഓഫ് ഹോർമോൺ സിന്തസിസ് ഇൻ ദ തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് തൈറോക്സിൻ അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോണുകൾ സാധാരണ അളവിൽ സ്രവിപ്പിക്കപ്പെടണമെങ്കിൽ അയഡിൻ വളരെ അത്യാവശ്യമാണ്. അയഡിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ അയഡിൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രശ്നം ഉണ്ടാക്കുകയില്ലേ? യെസ്. ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഇൻ അവർ ഡയറ്റ് results in hypothyroidism and
It leads to enlargement of thyroid gland, commonly called goiter. ആഹാരത്തിൽ അയോഡിൻ്റെ അപര്യാപ്തത വഴി ഹൈപ്പോതൈറോയിഡിസം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. തൽഫലമായി തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു. ഈ അവസ്ഥയെ ഗോയിറ്റർ എന്നാണ് വിളിക്കുന്നത്. ഡ്യൂറിംഗ് പ്രഗ്നൻസി hypothyroidism causes defective development and maturation of the growing baby, leading to stunted growth. That condition is called cretinism. Then mental retardation, low intelligence quotient, abnormal skin, deaf, mutism, etc. ഗർഭകാലത്ത് ഈ ഹോർമോണിൻ്റെ അപര്യാപ്തത വഴി കുഞ്ഞിൻ്റെ വികലമായ വികാസം, വളർച്ചാ മുരടിപ്പ്, ബുദ്ധിമാന്ദ്യം, താഴ്ന്ന ബുദ്ധി നിലവാരം, അസാധാരണമായ ത്വക്ക്, ബധിരത, മൂകത എന്നിവ സംഭവിക്കാനിടയാകുന്നു. വളർച്ചാ മുരടിപ്പിനെയാണ് ക്രെറ്റിനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രെറ്റിനിസം എന്നാൽ ഹൈപ്പോതൈറോയിഡിസം കാരണം ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകുന്ന വളർച്ചാ മുരടിപ്പാണ്. ഇപ്പോൾ ഇത്തരം ധാരാളം പ്രശ്നങ്ങൾ അയഡിൻ്റെ അപര്യാപ്തത കാരണം സംഭവിക്കാം. കൂടാതെ പ്രായപൂർത്തിയായ സ്ത്രീകളിൽ ക്രമരഹിതമായ ആർത്തവചക്രത്തിനും ഈ ഹോർമോണിൻ്റെ അപര്യാപ്തത കാരണമാകുന്നു. ഇൻ അഡൽട്ട് വിമൻ hypothyroidism may cause menstrual cycle to become irregular. ഹൈപ്പോതൈറോയിഡിസം പോലെ തന്നെ മറ്റൊരു അവസ്ഥാവിശേഷമാണ് ഹൈപ്പർ തൈറോയിഡിസം, ഓവർ സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺസ്. ഈ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളരുന്നത് കാരണം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഹൈപ്പോതൈറോയിഡിസത്തിനും കാരണമാകുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാം? ഡ്യൂ ടു ക്യാൻസർ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് ഓർ ഡ്യൂ ടു ഡെവലപ്മെന്റ് ഓഫ് നോഡ്യൂൾസ് ഇൻ ദ തൈറോയിഡ് ഗ്ലാൻഡ്സ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ദ റേറ്റ് ഓഫ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് തൈറോയിഡ് ഹോർമോൺസ് ഈസ് ഇൻക്രീസ്ഡ് ടു അബ്നോർമൽ ഹൈ ലെവൽസ്, ലീഡിംഗ് ടു എ കണ്ടീഷൻ കോൾഡ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോയിഡ് ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ക്യാൻസർ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന മുഴകൾ, ഇവ തൈറോയിഡ് ഹോർമോൺസിൻ്റെ അമിതമായ ഉൽപാദനത്തിന് കാരണമാകും. ഇത് ഹൈപ്പർ തൈറോയിഡിസം എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. സ്ക്രീനിലേക്ക് നോക്കൂ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇസ് എ ഫോം ഓഫ് ഹൈപ്പർ തൈറോയിഡിസം. എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ആ രോഗത്തിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ enlargement of the thyroid gland, protrusion of the eyeballs, increased basal metabolic rate and weight loss. എക്സോഫ്താൽമിക് ഗോയിറ്ററിൻ്റെ ഏറ്റവും പ്രകടമായൊരു ലക്ഷണം ഐബോൾസ് പുറത്തേക്ക് ഉന്തി നിൽക്കുന്നതാണ്. ഓഫ്താൽമിക് എന്നുള്ള വാക്ക് റിലേറ്റഡ് ടു ഐസ്, ഓഫ്താൽമിക് അസിസ്റ്റന്റ്, ഓഫ്താൽമോളജി എന്ന വാക്കുകളെല്ലാം കണ്ണുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എക്സ് ഓഫ്താൽമിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണുകൾ പുറത്തേക്ക് ഉന്തി നിൽക്കുക എന്ന്. അപ്പോൾ എക്സോഫ്താൽമിക് ഗോയിറ്റർ ഇസ് എ ഫോം ഓഫ് ഹൈപ്പർ തൈറോയിഡിസം. ഇതല്ലാതെ മറ്റ് ചില ലക്ഷണങ്ങളും കൂടി എക്സോഫ്താൽമിക് ഗോയിറ്ററിന് ഉണ്ടാകുന്നുണ്ട്. ദാറ്റ് ഈസ് enlargement of thyroid gland, increased basal metabolic rate and weight loss. ശരീരഭാരം കുറയുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഗ്രേവ്സ് ഡിസീസ്. ഇതിന് ഗ്രേവ്സ് ഡിസീസ് എന്ന ഒരു പേര് കൂടിയുണ്ട്. നൗ ലെറ്റ്സ് സീ വിച്ച് ആർ ദ ഫങ്ഷൻസ് ഓഫ് തൈറോയിഡ് ഹോർമോൺസ്. തൈറോയിഡ് ഹോർമോൺസിന് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ധർമ്മങ്ങളാണ് നിർവഹിക്കാനുള്ളത്? Thyroid hormones play an important role in the regulation of the basal metabolic rate. അടിസ്ഥാന ഉപാപചയ നിരക്ക് നിയന്ത്രിക്കുന്നതിന് തൈറോയിഡ് ഹോർമോൺസ് അത്യാവശ്യമാണ്. തൈറോയിഡ് ഹോർമോൺസ് സപ്പോർട്ട് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനും തൈറോയിഡ് ഹോർമോൺസ് അത്യാവശ്യമാണ്. തൈറോയിഡ് ഹോർമോൺസ് ഓൾസോ കൺട്രോൾസ് ദ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. അന്നജം, മാംസ്യം, കൊഴുപ്പ് എന്നിവയുടെ ഉപാപചയ പ്രവർത്തനങ്ങളെയും തൈറോയിഡ് ഹോർമോൺസ് നിയന്ത്രിക്കുന്നുണ്ട്. തൈറോയിഡ് ഹോർമോൺസ് ഇൻഫ്ലുവൻസസ് മെയിൻ്റനൻസ് ഓഫ് വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. ജല ലവണ സന്തുലിതാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ദെൻ തൈറോയിഡ് ഗ്ലാൻഡ് ഓൾസോ സെക്രീറ്റ്സ് എ പ്രോട്ടീൻ ഹോർമോൺ കോൾഡ് തൈറോകാൽസിറ്റോണിൻ ഓർ TCT. തൈറോകാൽസിറ്റോണിൻ എന്ന ഒരു ഹോർമോണിനെയും തൈറോയിഡ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. തൈറോകാൽസിറ്റോണിൻ റെഗുലേറ്റ്സ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽസ്.
രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ. ഇറ്റ് ഈസ് എ ഹൈപ്പോകാൽസിമിക് ഹോർമോൺ. ഹൈപ്പോകാൽസിമിക് ഹോർമോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി ഉയരുമ്പോൾ അതിനെ കുറച്ച് നോർമലായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. സോ ഇറ്റ് ഈസ് കോൾഡ് എ ഹൈപ്പോകാൽസിമിക് ഹോർമോൺ. തൈറോയിഡ് ഗ്രന്ഥി, തൈറോയിഡ് ഗ്ലാൻഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ലോബ്സ്, 2 ലോബ്സ് ഉണ്ട്. ഈ ലോബ്സ് തമ്മിൽ ഇസ്തുമസ് എന്ന കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് പരസ്പരം ബന്ധിച്ചിരിക്കുന്നു. തൈറോയിഡ് ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസും കൊണ്ടാണ് ഓരോ തൈറോയിഡ് ഗ്ലാൻഡും ഉണ്ടായിരിക്കുന്നത്. തൈറോയിഡ് ഫോളിക്കിൾസ് 2 തരം ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു, T3 ഹോർമോൺസ് ആൻഡ് T4, ട്രൈ അയഡോതൈറോണിൻസ് ആൻഡ് ടെട്രാ അയഡോതൈറോണിൻ. തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഫക്റ്റീവ് ഫങ്ഷനിങ്ങിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് അയഡിൻ. അയഡിൻ്റെ ഡെഫിഷ്യൻസി ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നു. ഹൈപ്പോതൈറോയിഡിസം ലീഡ്സ് ടു ക്രെറ്റിനിസം ആൻഡ് സച്ച് കണ്ടീഷൻസ്. ഹൈപ്പർതൈറോയിഡിസം കോസസ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. ദ ഫങ്ഷൻസ് ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. നൗ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ്. ചിത്രത്തിൽ നോക്കൂ, പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് ആർ പ്രസന്റ് on the back side of the thyroid gland. One pair each in the 2 lobes of the thyroid gland. So in human beings there are 4 parathyroid glands. Parathyroid glands സ്ഥിതി ചെയ്യുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പിൻവശത്തായിട്ടാണ്. ഓരോ ദളത്തിലും 2 പാരാതൈറോയിഡ് ഗ്രന്ഥികൾ വീതം, മൊത്തം 4 പാരാതൈറോയിഡ് ഗ്രന്ഥികളാണ് മനുഷ്യനിൽ കാണപ്പെടുന്നത്. Parathyroid glands secrete a peptide hormone called parathyroid hormone. പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ ഓർ PTH. The secretion of PTH is regulated by the circulating levels of calcium ions. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ അല്ലെങ്കിൽ സർക്കുലേറ്റിംഗ് ഫ്ലൂയിഡിലുള്ള കാൽഷ്യം അയോൺസിൻ്റെ അളവാണ് പാരാതൈറോയിഡ് ഹോർമോണിൻ്റെ സെക്രീഷനെ സ്വാധീനിക്കുന്നത്. ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് പാരാതൈറോയിഡ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യും. പാരാതൈറോയിഡ് ഹോർമോൺ ഇൻക്രീസസ് ദ കാൽഷ്യം ലെവൽസ് ഓഫ് ദ ബ്ലഡ്. അങ്ങനെ രക്തത്തിൽ അളവ് കുറയുന്ന സമയത്ത് കാൽഷ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ട് നോർമൽ ലെവലിലാക്കുന്ന ഹോർമോണാണ് പാരാതൈറോയിഡ് ഹോർമോൺ. സോ ഇറ്റ് ഈസ് എ ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ. നേരത്തെ ഹൈപ്പോ കാൽസിമിക് ഹോർമോൺ ഏതാണെന്ന് നാം മനസ്സിലാക്കി. നൗ പാരാതൈറോയിഡ് ഹോർമോൺ ഇസ് ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ. അപ്പോൾ എങ്ങനെയാണ് ഈ പാരാതൈറോയിഡ് ഹോർമോൺ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നത്? പാരാതൈറോയിഡ് ഹോർമോൺ ആക്ട്സ് ഓൺ ബോൺസ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദ പ്രോസസ് ഓഫ് ബോൺ റിസോർപ്ഷൻ such as dissolution of bones and demineralization. പാരാതൈറോയിഡ് ഹോർമോൺ അസ്ഥികളിൽ പ്രവർത്തിച്ച അസ്ഥി ശിഥിലീകരണത്തെ ഉത്തേജിപ്പിക്കുന്നു. അസ്ഥി ശിഥിലീകരണം, അസ്ഥികൾ അലിഞ്ഞില്ലാതാവുക അല്ലെങ്കിൽ പ്രതിധാതുവൽക്കരണം, ഡീമിനറലൈസേഷൻ, അസ്ഥികളിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന കാൽസ്യത്തെ സ്വതന്ത്രമാക്കുക വഴി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ പാരാതൈറോയിഡ് ഹോർമോൺ വൃക്കാനളികകളുടെ കാൽസ്യം പുനരാകിരണത്തെ ഉത്തേജിപ്പിക്കുകയും ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും കാൽസ്യം അയോണുകളുടെ ആകിരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. It stimulates the reabsorption of calcium ions by the renal tubules and increases the absorption of calcium ions from the digested food. So it's clear that parathyroid hormone is a hypercalcemic hormone. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് പാരാതൈറോയിഡ് ഹോർമോൺ ചെയ്യുന്നത്. So it is a hypercalcemic hormone. Along with thyrocalcitonin, parathyroid hormone plays a significant role in maintaining calcium balance in the body. അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ തൈറോകാൽസിറ്റോണിനും പാരാതൈറോയിഡ് ഹോർമോണും ചേർന്നാണ് നിലനിർത്തുന്നത്. ആ ഇല്ലസ്ട്രേഷൻ ഒന്ന് ശ്രദ്ധിക്കൂ. തൈറോയിഡ് ഗ്ലാൻഡ് and parathyroid glands are shown. Thyroid gland secretes a hormone thyrocalcitonin or TCT.
പാരാതൈറോയിഡ് സെക്രീറ്റ്സ് പാരാതൈറോയിഡ് ഹോർമോൺസ്. ഓരോ ഹോർമോണിൻ്റെയും പ്രവർത്തനമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. തൈറോകാൽസിറ്റോണിൻ സ്റ്റിമുലേറ്റ്സ് കാൽഷ്യം ഡെപ്പോസിറ്റ് ഇൻ ബോൺസ്. അസ്ഥികളിൽ കാൽഷ്യത്തെ സംഭരിക്കാൻ സഹായിക്കുന്നത് തൈറോകാൽസിറ്റോണിൻ ആണ്. സിമിലർലി ഇറ്റ് റെഡ്യൂസസ് കാൽഷ്യം അപ്ടേക്ക് ഇൻ കിഡ്നീസ്. വൃക്കകൾ കാൽഷ്യത്തെ പുനരാകിരണം ചെയ്യുന്നത് കുറയ്ക്കുന്നു. അപ്പോൾ ഈ രണ്ട് മാർഗങ്ങളിലൂടെയും ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. വൃക്കകൾ വലിച്ചെടുക്കുന്നില്ല, അതുപോലെ അധികമുള്ള കാൽഷ്യം ബോൺസിൽ സംഭരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അളവ് കുറയുന്ന സമയത്ത് പാരാതൈറോയിഡ് ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതൈറോയിഡ് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് കാൽഷ്യം അപ്ടേക്ക് ഇൻ കിഡ്നീസ്. വൃക്കകൾ കാൽഷ്യത്തെ കൂടുതലായി പുനരാകിരണം ചെയ്യുന്ന പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. കൂടാതെ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് കാൽഷ്യം റിലീസ് ഫ്രം ദ ബോൺസ്. ബോൺസിലെ കാൽഷ്യത്തെ റിലീസ് ചെയ്യാനും സഹായിക്കുന്നത് പാരാതൈറോയിഡ് ഹോർമോണാണ്. ഇത്തരത്തിൽ തൈറോകാൽസിറ്റോണിനും പാരാതൈറോയിഡ് ഹോർമോണും ഇവയുടെ ഈ ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ പ്രതിദ്വന്ദ്വ പ്രവർത്തനം കൊണ്ട് രക്തത്തിലെ കാൽഷ്യം ലെവല് സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുന്നു. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥിയാണ് തൈമസ്. തൈമസ് ഗ്ലാൻഡ് ഇസ് എ ലോബുലർ സ്ട്രക്ചർ located between the lungs, behind the sternum, on the ventral side of aorta. ശ്വാസകോശങ്ങൾക്കിടയിൽ മാറലിന് പിന്നിലായും ഹൃദയത്തിൻ്റെയും മഹാധമനിയുടെയും മുന്നിലായും കാണപ്പെടുന്ന ദളങ്ങൾ പോലുള്ള ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസസ് ഹോർമോൺ കോൾഡ് തൈമോസിൻസ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിനുകൾ. Thymus gland plays a major role in the development of the immune system. ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനക്ഷമതയ്ക്ക് സഹായിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈമസ്. തൈമസ് സെക്രീറ്റ് ചെയ്യുന്ന തൈമോസിൻസ്. ഹൗ തൈമസ് ഗ്ലാൻഡ് ഇൻക്രീസസ് ഇമ്മ്യൂണിറ്റി. തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈമോസിൻസ് രണ്ട് ഫങ്ഷൻസ് നിർവഹിക്കുന്നുണ്ട്. The first one, it helps in the differentiation of T lymphocytes. The second, it helps in the production of antibodies. T lymphocyteകളും ആൻറ്റിബോഡികളും രണ്ട് തരത്തിലുള്ള രോഗപ്രതിരോധ സംവിധാനങ്ങൾ പ്രദാനം ചെയ്യുന്നു. T lymphocyte facilitates cell mediated immunity. കോശ മധ്യസ്ഥത രോഗപ്രതിരോധം അതിന് സഹായിക്കുന്നവയാണ് T lymphocyte. Cell mediated immunity means immunity with the assistance of certain specific cells. ലിംഫസൈറ്റുകളെ പോലെയുള്ള ചില കോശങ്ങളാൽ സാധ്യമാകുന്ന രോഗപ്രതിരോധത്തെയാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിൽ സഹായിക്കുന്ന ടി ലിംഫസൈറ്റുകളുടെ ഡിഫറൻസിയേഷനെ തൈമോസിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ദെൻ ആൻറ്റിബോഡീസ് പ്രൊവൈഡ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. മറ്റൊരു തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയാണ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി ത്രൂ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സ്. ആൻറ്റിബോഡികൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുകയും ശരീരം മുഴുവനുമുള്ള രോഗപ്രതിരോധം സാധ്യമാക്കുകയും ചെയ്യുന്നു. സി ഹൗ തൈമോസിൻസ് ഇൻക്രീസ് ഇമ്മ്യൂണിറ്റി ബൈ ഡിഫറൻഷിയേറ്റിംഗ് ടി ലിംഫസൈറ്റ്സ് ആൻഡ് ബൈ പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ്. അങ്ങനെ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിക്ക് തൈമോസിനുകൾ സഹായിക്കുന്നു. ദാറ്റ് ഇസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആൻഡ് ഹ്യൂമോറൽ ഇമ്മ്യൂണിറ്റി. Thymus is degenerated in old individuals. As a result, the production of thymosins get decreased. The immune responses of old persons become weak. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. പക്ഷേ പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ ഗ്രന്ഥി ചുരുങ്ങി ചുരുങ്ങി ചെറുതാവുകയും തൈമസിൻ്റെ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായി പ്രായമായവരുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു, അല്ലെങ്കിൽ പ്രതിരോധ പ്രതികരണങ്ങൾ കുറയുന്നു. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിനുകളെ ജുവനൈൽ ഹോർമോണുകൾ എന്നും പറയുന്നുണ്ട്. കാരണം കുട്ടികളിൽ ശൈശവ സ്വഭാവത്തെ നിലനിർത്തുന്നതിൽ ഒരു പങ്കുവഹിക്കുന്ന ഹോർമോണാണ് തൈമോസിനുകൾ. പ്രായപൂർത്തിയാകുന്നതിനനുസരിച്ച് തൈമോസിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. പക്ഷേ ഇങ്ങനെ കുറയുന്നത് കൊണ്ടുള്ള മറ്റൊരു ഫലമാണ് രോഗപ്രതിരോധ പ്രതികരണങ്ങളും കുറയുന്നു. തൽഫലമായി പ്രായമായവരിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട ഗ്രന്ഥികളെക്കുറിച്ച് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. പീനിയൽ ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, പാരാതൈറോയിഡ് ആൻഡ് തൈമസ്, ഈ 4 ഗ്രന്ഥികളെക്കുറിച്ചാണ് നാം ഡിസ്കസ് ചെയ്തത്. പീനിയൽ ഗ്രന്ഥി തലച്ചോറിൻ്റെ
പൂർവ്വ മസ്തിഷ്കത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. മെലാറ്റോണിൻ്റെ ധർമ്മം ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിർണയിക്കുന്നു. ഉറക്കമുണരൽ, ആർത്തവചക്രം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നു. ശരീര താപനില നിയന്ത്രിക്കുന്നു. ത്വക്കിൻ്റെ നിറഭേദം നിശ്ചയിക്കുന്നതിലും പീനിയൽ ഗ്രന്ഥിയുടെ മെലാറ്റോണിൻ ഒരു പങ്കുവഹിക്കുന്നു. തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച് പറഞ്ഞു. ശ്വാസനാളത്തിൻ്റെ ഇരുവശത്തുമായി 2 ദളങ്ങളോട് കൂടിയ ഗ്രന്ഥിയാണ് തൈറോയിഡ്. ഈ 2 ദളങ്ങളെയും ഇസ്തുമസ് എന്ന കണക്റ്റീവ് ടിഷ്യൂ വഴി പരസ്പരം ബന്ധിച്ചിട്ടുണ്ട്. തൈറോയിഡ് ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസും കൊണ്ടാണ് തൈറോയിഡ് ഫോളിക്കിൾസ് ഉണ്ടായിരിക്കുന്നത്. തൈറോയിഡ് ഫോളിക്കിൾസ് ടെട്രാ അയഡോ തൈറോണിൻ അഥവാ തൈറോക്സിൻ, ട്രൈ അയഡോ തൈറോണിൻ, T3 ഹോർമോൺ എന്നിവയെ ഉൽപ്പാദിപ്പിക്കുന്നു. പൊതുവായി തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ തൈറോയിഡ് ഹോർമോൺസ് എന്നാണ് പറയുന്നത്. സാധാരണ രീതിയിൽ തൈറോക്സിനെ സംശ്ലേഷിപ്പിക്കുന്നതിന് അയഡിൻ അത്യന്താപേക്ഷിതമാണ്. അയഡിൻ്റെ കുറവുകൊണ്ട് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുന്നു. Hypothyroidism is characterized by the abnormal growth of thyroid gland. It leads to a condition called goiter. Hypothyroidism ഗർഭിണികളിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ബുദ്ധി വികാസത്തിനെ പ്രതികൂലമായി ബാധിക്കുന്നു. വളർച്ചാ മുരടിപ്പിന് കാരണമാകുന്നു. ഈ അവസ്ഥയെ ക്രെറ്റിനിസം എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ഹൈപ്പർ തൈറോയിഡിസം എന്നത് തൈറോക്സിൻ്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. ഇവിടെയും തൈറോയിഡ് ഗ്രന്ഥി ക്രമാതീതമായി വലിപ്പം വയ്ക്കുന്നു. കൂടാതെ കണ്ണുകൾ പുറത്തേക്ക് ഉന്തി വരികയും അടിസ്ഥാന ഉപാപചയ നിരക്ക് വർദ്ധിക്കുകയും ശരീരഭാരം കുറയുകയും ചെയ്യുന്നു. ഈ അവസ്ഥയെ എക്സോഫ്താൽമിക് ഗോയിറ്റർ അഥവാ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറയുന്നു. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ. തൈറോകാൽസിറ്റോണിൻ ഒരു ഹൈപ്പോ കാൽസ്യമിക് ഹോർമോണാണ്. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു. മറ്റൊരു ഗ്രന്ഥി പാരാതൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥിക്ക് പിറകിലായി ഓരോ ദളത്തിലും 2 വീതം ആകെ 4 പാരാതൈറോയിഡ് ഗ്രന്ഥികളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിനെ പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നു. പാരാതൈറോയിഡ് ഹോർമോൺ ശരീരത്തിൽ നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ധർമ്മം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക എന്നതാണ്. പാരാതൈറോയിഡ് ഹോർമോൺ ഒരു ഹൈപ്പർ കാൽസ്യമിക് ഹോർമോണാണ്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അസ്ഥിയിൽ സംഭരിച്ചിരിക്കുന്ന കാൽസ്യത്തെ രക്തത്തിലേക്ക് സ്വതന്ത്രമാക്കുന്നു. വൃക്കകളുടെ കാൽസ്യത്തെ പുനരാകിരണം ചെയ്യാനുള്ള കഴിവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അത്തരത്തിലാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവിനെ ഉയർത്തുന്നത്. ഇങ്ങനെ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോകാൽസിറ്റോണിനും പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതൈറോയിഡ് ഹോർമോണും ഒരുമിച്ചാണ് രക്തത്തിലെ കാൽഷ്യം ലെവല് സ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറ്റൊരു ഗ്രന്ഥി തൈമസ് ഗ്രന്ഥിയാണ്. ശ്വാസകോശങ്ങൾക്കിടയിൽ മാറലിന് പിന്നിലായും ഹൃദയത്തിൻ്റെയും മഹാധമനിയുടെയും മുന്നിലായും കാണപ്പെടുന്ന ദളങ്ങൾ പോലുള്ള ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ദ ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ തൈമസ് ഗ്ലാൻഡ് ഈസ് കോൾഡ് തൈമോസിൻ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ജുവനൈൽ ഹോർമോൺ. ഈ ഹോർമോണുകൾ പ്രധാനമായും ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ കാര്യക്ഷമമാക്കുന്നു. 2 തരത്തിലുള്ള രോഗപ്രതിരോധ സംവിധാനത്തെയാണ് ഉദ്ദീപിപ്പിക്കുന്നത്. ദേ ആർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആൻഡ് humoral immunity. In cell mediated immunity, thymosins helps to differentiate T lymphocytes. In humoral immunity, thymosins help to produce antibodies. ഇത്തരത്തിൽ 2 തരം രോഗപ്രതിരോധ സംവിധാനങ്ങളെയും പുഷ്ടിപ്പെടുത്തുന്നു. ശൈശവഘട്ടത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈമസ്. ആസ് ഏജ് പ്രൊസീഡ്സ് ഇറ്റ് ബിക്കംസ് ഡീജനറേറ്റഡ്. അതിൻ്റെ ഫലമായി രോഗപ്രതിരോധ പ്രതികരണങ്ങൾക്ക് കുറവുണ്ടാകുന്നു. പ്രായമായവരിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ ഒരു കാരണം തൈമസ് ഗ്രന്ഥി ഡീജനറേറ്റ് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായി നാം പരിചയപ്പെട്ട വ്യത്യസ്ത തരം ഗ്രന്ഥികളെക്കുറിച്ച് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി അത് പരിശോധിക്കുന്നതിനായി ഒരു അസൈൻമെൻറ്റ് ചെയ്യാം. പട്ടിക പൂർത്തിയാക്കുക. Complete the table. See, in the table certain glands are given: hypothalamus, pituitary, thyroid, pineal, parathyroid and thymus. What you have to do is
just complete the table by writing the locations of each gland, types of hormones produced by each gland, and the functions performed by each hormone. ഓരോ ഗ്രന്ഥിയും സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ, ആ ഹോർമോണുകൾ നിർവഹിക്കുന്ന ധർമ്മം എന്നിവ എഴുതി ആ പട്ടിക പൂർത്തിയാക്കുക. ടേബിൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങളുടെ ടീച്ചറുമായി ചർച്ച ചെയ്യുക. തുടർന്നുള്ള പാഠഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.